ഹലോ, എല്ലാവർക്കും ഉഷ രവീന്ദ്രൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും മുരിങ്ങക്കായ കറിയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ഇതെല്ലാം. പരിപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായി വേവിക്കണം. പുളി വെള്ളത്തിൽ കലക്കി അരിച്ച് വെക്കണം. 3 മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ് പിന്നെ ഒക്കെ യോജിപ്പിക്കണം. പിന്നെ നാളികേരം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് മഷി പോലെ അരച്ച് വെക്കണം. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിൽ മുരിങ്ങക്കായ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മുരിങ്ങക്കായ എല്ലാം ഇട്ട് കൊടുക്കണം. ശേഷം ഒരു ചെറിയ സവോള നന്നായി അരിഞ്ഞ് സ്ലൈസ് ആക്കിയതിന് ശേഷം അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചെറിയ ഉള്ളി നില കൈവശം ഉണ്ടെങ്കിൽ അത് ഇടുന്നതാണ് കൂടുതൽ നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 പച്ചമുളക് അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കണം. എരിവനുസരിച്ച് ചേർക്കാം. ഇതത്ര എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. പിന്നെ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. കുറച്ച് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം യോജിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണം. പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ സമയത്ത് തന്നെ നമ്മൾ പുളിയും നന്നായി പിഴിഞ്ഞ് നല്ലപോലെ അരിച്ച് എടുത്ത് വയ്ക്കണം. പരിപ്പ് ഇട്ട ശേഷം ഒന്ന് തിളക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഈ നേരത്ത് പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുക്കറിൽ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വിസിലായപ്പോൾ തന്നെ കുക്കറിൽ വെന്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ചാണ് വിസിലൊക്കെ. അതിനുശേഷം ആ അരിച്ച പുളിവെള്ളം ഇതിലേക്ക് യോജിപ്പിക്കണം. അതൊന്ന് ഇത്തിരി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം പുളിവെള്ളം പിഴിഞ്ഞതും കൂടെ ചേർത്ത് നമ്മൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. എല്ലാം കൂടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് കിട്ടണം. മസാലയൊക്കെ അതിലേക്ക് പിടിക്കണം. അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി അത് ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരവും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് അധിക നേരം തിളപ്പിക്കരുത്. ഇങ്ങനെ കുറച്ച് നാളികേരം അധികം തിളപ്പിച്ചാൽ നന്നായിരിക്കില്ല. അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മല്ലിയില കുറച്ച് ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിപ്പ് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉള്ളിയും പിന്നെ ചുമന്ന മുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ റെഡിയാക്കി വയ്ക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും
ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.